ഇതൊരു അപൂർവമായ കേസാണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല സാഹചര്യ തെളിവുകൾ കാരണം വധശിക്ഷ നൽകാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശം അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി ഏതാണ്ട് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് വരികയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ പരാമർശങ്ങൾ കോടതി കണക്കിലെടുക്കുന്നുണ്ടോ എന്നത് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. സാഹചര്യ തെളിവുകൾ കാരണം വധശിക്ഷ നൽകാൻ കഴിയില്ല എന്ന് കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കോടതി പറയുന്നത്. സാഹചര്യ തെളിവുകൾ കാരണം വധശിക്ഷ നൽകാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ തന്നെ അതായത് നേരത്തെ തന്നെ ഒരു ഇതിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള ഈ കേസിന്റെ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ വധശിക്ഷ നൽകരുത് എന്ന് പറയാൻ കഴിയില്ല എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് വധശിക്ഷ നൽകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടി ജീവപര്യന്തം വിധിച്ചാൽ അത് ഒറ്റ ശിക്ഷാവിധിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്ന് കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വധശിക്ഷ നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കേസിൽ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് ഈ ചെന്താമര. അതുകൊണ്ട് തന്നെ പിന്നീട് ചെയ്ത ഇരട്ട കൊലപാതകത്തിന് ശിക്ഷയില്ല എന്നതായി പോകും അല്ലേ? അങ്ങനെയാണോ മാധു? അതായത് ഇതിനകം തന്നെ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്നുണ്ട് ഈ പ്രതി. അത് ഒരു കൊലപാതക കേസിലാണ്. അങ്ങനെയുള്ളൊരു കൊലപാതകത്തിന് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ഒരു പ്രതിക്ക് നിലവിൽ വീണ്ടും ഒരു ജീവപര്യന്തം കൂടി കൊടുത്താൽ മാധു പറഞ്ഞതുപോലെ അത് ശിക്ഷയില്ല എന്നൊരു കാര്യത്തിലേക്കായി പോകും. അതായത് പിന്നീട് നടത്തിയ 2 കൊലപാതകങ്ങൾക്ക് ശിക്ഷയില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഒരാൾക്ക് അയാളുടെ ഒരു ജീവിതകാലത്തിൽ ഒറ്റ ജീവപര്യന്തം മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് നിയമപരമായി തന്നെ അങ്ങനെയാണ് അതിന്റെ സാധുതയും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും കോടതി നൽകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അപൂർവമായ കേസാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ സ്വാഭാവികമായി അത് വധശിക്ഷയിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. അപൂർവമായ കേസാണ് എന്ന് അതായത് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപൂർവമായ കേസുകൾക്കാണ് വധശിക്ഷ നൽകേണ്ടത് എന്നതാണ്. ഇത് ഒരു അപൂർവമായ കേസാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്.